ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ റോർ ബാങ്കിന്റെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത്രയും കാലം റോർ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് EMI ഫെസിലിറ്റീസ് പറഞ്ഞ പരിപാടി ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഫീച്ചർ കിട്ടാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് EMI സെക്ഷനിലൊന്നും യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ആ കാർഡിൽ EMI ഫെസിലിറ്റി സാധനം ഉണ്ടായിരുന്നില്ല. ഇവർ ഓൾറെഡി ആ ഫെസിലിറ്റീസ് നമ്മുടെ ആ കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് 2-3 ദിവസമായിട്ട് നമുക്കിപ്പോൾ EMI ഫെസിലിറ്റീസ് ആഡ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഡയറക്ട്ലി നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ EMI ഫെസിലിറ്റി കിട്ടില്ല. പക്ഷെ ആഫ്റ്റർ പർച്ചേസിങ് നമുക്ക് 2000 മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 12 മാസം വരെയുള്ള EMIക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ആപ്പിൽ കൂടെ തന്നെ. നിങ്ങൾ ഓൾറെഡി റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ട് 2 ദിവസമായിട്ടാണ്. അപ്പോൾ റോർ ബാങ്കിന്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാണ്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈ ആണ്. നമ്മൾ സ്മാർട്ട് ഫിനാൻഷ്യൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. നമ്മുടെ ടെലിഗ്രാം ചാനലും ഉണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളതിൽ ഡീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനും ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോർ ബാങ്കിന്റെ ആപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റും. ഞാൻ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും, കണ്ടോ? EMI ഫെസിലിറ്റീസ്. അതായത് നിങ്ങൾക്ക് ആഫ്റ്റർ പർച്ചേസ് ആ എമൗണ്ട് സെറ്റിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിൽ ജനറേറ്റ് ആയിട്ട് മുമ്പ് നമുക്ക് ഒരു ഇവര് പറഞ്ഞ 1 to 2 ഡേയ്സിനുള്ള കൺവേർട്ട് ആവുന്ന പറയുന്നത്. ആക്ച്വലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഇവർ നോർമലി ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുന്നത്. 1.2% ആണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇത് കാണാനില്ല, അതാ കണ്ടു. 2000 മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാം. 2 മാസം തൊട്ട് 12 മാസം വരെയുള്ള 12 മാസം വരെ ടെനറിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ലോ ഫീസാണ്, അതായത് ജസ്റ്റ് 1% പെർ മന്ത് ആണ് വരുന്നത്. അതായത് ഇപ്പോൾ 12 മാസം എടുക്കുകയാണെങ്കിൽ 12%. അപ്പോൾ ബാക്കിയുള്ള EMI ക്രെഡിറ്റ് കാർഡ് EMI ഫെസിലിറ്റീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെ നമുക്ക് ഏർലി റീപേയ്മെന്റ് ഉണ്ട്. ക്ലോസ് യുവർ EMI എനി ടൈം വിത്ത് ജസ്റ്റ് 2% ഫീ ഫോർ ക്ലോസർ ചാർജ് വരുന്നുണ്ട്. അത് മിക്ക കാർഡിലും കണക്കാം, 2 to 3%. അത് വേരിങ് ആണ്. അത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഫെസ്റ്റീവ് ബോണസ് ആയിട്ട് ഫ്ലാറ്റ് 5% ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതിലൊക്കെയാണ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ, നൈക്ക ഫാഷനിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് ഇതുവരെയായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. ആപ്പ് വേർഷൻ വരുന്നത് വേർഷൻ 1.97 എന്ന വേർഷനിലാണ് നമുക്ക് ആക്ച്വലി ഈ ഫെസിലിറ്റീസ് വരുന്നത്. അപ്പോൾ അത് ചെയ്യാത്തവർ പെട്ടെന്ന് കയറി ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഞാൻ ഇതുകൊണ്ട് വലിയ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ട്രാൻസാക്ഷൻ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് ഈ ആപ്പ് ത്രൂ EMI കൺവേർഷൻ എല്ലാ ക്രെഡിറ്റ് കാർഡിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ്ലി ഇപ്പോൾ ആമസോണിൽ പോയിട്ട് EMI ഫെസിലിറ്റീസ് EMIയിൽ കയറിയിട്ട് വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നോർമൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം വിചാരിച്ചു EMI വേണ്ടെന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് EMI വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ കൂടെ എല്ലാ ബാങ്കിന്റെയും ആപ്പിൽ കൂടെ നമുക്ക് ഇതുപോലെ EMI കൺവേർഷൻ ചെയ്യാൻ പറ്റും. അത് എലിജിബിൾ ട്രാൻസാക്ഷൻസ് കേട്ടോ. അതായത് ഇപ്പോൾ ക്യാഷ് എടുത്തതോ അല്ലെങ്കിൽ വാലറ്റ് ട്രാൻസ്ഫർ ചെയ്തോ അതൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്തോ, ഗോൾഡൊന്നും ആക്ച്വലി EMI കൺവേർഷൻസിൽ പെടില്ലാണ്. എന്ന് വെച്ചാൽ അതിനൊക്കെ എടുത്ത് മാറ്റിയിരുന്നു ഇതിന്ന്. അങ്ങനെ കുറച്ചൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആപ്പിൽ കൂടെ എല്ലാം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാലം റോർ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇപ്പോൾ അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 12 മാസം വരെ കിട്ടുള്ളൂ. ബാക്കിയുള്ള മിക്ക എല്ലാ ക്രെഡിറ്റ് കാർഡിലും 24 മാസം, ചിലത് 36 മാസം വരെ കിട്ടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒന്നുമില്ലാതെ ബെറ്റർ ആണല്ലോ. അതുപോലെ തന്നെ ഫീസും കുറവാണ്, അപ്പോൾ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാലം ഞാൻ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ മെയിൻ കോൺ പറയാറുള്ള ഇതായിരുന്നു. ഇതും അതുപോലെ തന്നെ കസ്റ്റമർ കെയർ സർവീസും ഇവരുടെ സെക്യൂരിറ്റി ബാക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അത് ബെറ്ററാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഒരു റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഫെസിലിറ്റീസ് വന്നോ എന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. വന്നിട്ടില്ലെങ്കിൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.